അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ മപ്പാസാണ് ഇന്നത്തെ റെസിപ്പി. പിന്നെ എപ്പോഴും ചെമ്മീൻ കിട്ടുമ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ ഫ്രൈയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അപ്പോഴാണ് ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കണം. പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി ആണെങ്കിലും ഇഞ്ചി നേരിയതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം കേട്ടോ. പേസ്റ്റ് തന്നെ ഇടണമെന്നില്ല, ഇതാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ക്യാപ്സിക്കൻ്റെ പകുതിയും സ്ക്വയറായി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണമായിട്ട് കൊടുത്തേക്കണം. എരിവിന് ആവശ്യമായിട്ട് നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂട്ടിയിട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ വഴറ്റിക്കതിന് ശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടി നിൽക്കേണ്ടത്. കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇതാക്കി കൊടുക്കണം. പിന്നെ ഒരു കളറിന് വേണ്ടിയാണ് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അത് എരിവൊന്നും ഉണ്ടാവില്ല. പച്ചമുളകും കുരുമുളക് പൊടിയും ഇട്ടുമ്പോൾ തന്നെ നല്ല എരിവുണ്ടായിരിക്കും ഇതിൽ. പിന്നെ മുളക് പൊടി കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 1/2 ടീസ്പൂൺ ഒരു കളറിന് വേണ്ടി. അതെല്ലാം കൂടെ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും അതും ഇട്ട് കൊടുത്ത് അത് നന്നായി വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. അതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 കഷ്ണം പുളിയാണ്, ചെറിയ 2 പീസ് ഒരു പുളി രണ്ടാക്കി കീറിയതാണ്, അത് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി പുളിക്ക് വേണ്ടിയാണ് അത്. ചെമ്മീൻ വലിയ ചെമ്മീനാണ്, അത് നന്നാക്കി വൃത്തിയാക്കി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വലിയ ചെമ്മീനാണ്, ചെറിയ ചെമ്മീനാണെങ്കിലും ചെയ്യാം. ഇത് വലിയ ചെമ്മീനാണ്. ചെമ്മീനെല്ലാം ഇട്ടതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലോണം വഴറ്റണം. അതിന് ശേഷം നല്ലോണം വഴറ്റി നല്ല ഗ്രേവിയൊക്കെ നല്ല ഇതായി വരുമ്പം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണത്. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പം, വെള്ളയപ്പം അങ്ങനെ പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത് നല്ലത്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ്. എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് അധികം തിളച്ചിതാകണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് ഒന്നിങ്ങനെ കുറുകി വരുമ്പോൾ തന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റായൊരു കറിയാണിത്, മപ്പാസ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.